നമസ്കാരം. വയനാട് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. ഈ വിഷയത്തിൽ സ്വമേധയാ എടുത്ത കേസാണ് കഴിഞ്ഞ കുറെ നാളുകളായി ഹൈക്കോടതി പരിഗണിക്കുന്നത്. ഇന്നലെ ഈ വിഷയം പരിഗണിച്ചപ്പോൾ സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ചില കണക്കുകൾ അവതരിപ്പിക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോടും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയോടും ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്, ഈ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ എത്ര തുക ബാക്കിയുണ്ട്, അതിൽ എത്ര തുക ഒരു അടിയന്തര ആവശ്യത്തിന് വിനിയോഗിക്കാൻ കഴിയും, കേന്ദ്രം എത്ര തുക അനുവദിച്ചിട്ടുണ്ട്, അങ്ങനെ തുടങ്ങി കുറെ കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ ഇന്നലെ ഹൈക്കോടതി ഈ ദുരന്ത നിവാരണ അതോറിറ്റിയോട് നിർദ്ദേശിച്ചിരുന്നു. ഇന്ന് കേസ് പരിഗണിക്കുകയും ചെയ്യുമെന്ന് വ്യക്തമാക്കിയിരുന്നു. ഇന്ന് ആ ഹർജി പരിഗണിച്ചപ്പോൾ ഈ വിഷയം കോടതിയുടെ പരിഗണനയ്ക്ക് വന്നപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഒരു വ്യക്തമായ കണക്ക് നൽകാൻ കഴിഞ്ഞില്ല എന്നതാണ് വളരെ നിർണായകമായ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതാണ് കോടതിയെ ചൊടിപ്പിച്ചത്. ദുരന്ത നിവാരണ അതോറിറ്റിയിൽ 677 കോടി രൂപ നീക്കിയിരിപ്പുണ്ട് എന്ന് ദുരന്ത നിവാരണ അതോറിറ്റി കോടതിയെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തത വരുത്താൻ അവർക്ക് കഴിഞ്ഞില്ല, സംസ്ഥാന സർക്കാരിനും കഴിഞ്ഞില്ല. ഇത് കോടതിയുടെ രൂക്ഷമായ വിമർശനം വിളിച്ചു വരുത്തുകയായിരുന്നു. കോടതി ചോദിച്ച പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെന്ന് പറയുന്നത്, ഈ ദുരന്ത നിവാരണ അതോറിറ്റി ഫണ്ടിന്റെ ഓഡിറ്റിംഗ് കൃത്യമല്ല. ഓഡിറ്റിംഗ് കൃത്യമാക്കാതെ നിങ്ങൾ ആരെയാണ് ഈ പഴിക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ കണക്കിൽ ഒരു വ്യക്തത സ്വയം നിങ്ങൾ വരുത്തൂ, അതിനുശേഷം കേന്ദ്രത്തെ പഴിക്കുന്നത് നടത്താം എന്നാണ് കോടതി പറയുന്നത്. കേന്ദ്രത്തെ ഇങ്ങനെ പഴിചാരാതെ, കേന്ദ്രത്തെ എല്ലാ കാര്യത്തിനും കുറ്റപ്പെടുത്താതെ നിങ്ങൾ നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ തിരുത്തൂ, നിങ്ങളുടെ ഭാഗം ക്ലിയർ ആക്കൂ, അതിനുശേഷം കേന്ദ്രത്തെ കുറ്റപ്പെടുത്താം എന്ന ഒരു വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ 677 കോടി രൂപ ഈ ദുരന്ത നിവാരണ അതോറിറ്റി ഫണ്ടിൽ ഉണ്ടെന്ന് പറയുമ്പോൾ കോടതി ചോദിക്കുന്നത്, അതിൽ എത്ര നീക്കിയിരുപ്പ് ഈ ഒരു അടിയന്തര ആവശ്യമുണ്ടായാൽ, ഈ വയനാടിന്റെ കാര്യത്തിൽ മാത്രമല്ല കോടതി ചോദിക്കുന്നത്, പെട്ടെന്ന് നാളെ ഒരു അടിയന്തരമായ ഒരു ആവശ്യം ഉണ്ടാവുകയാണ്, ഒരു ദുരന്തം ഉണ്ടാവുകയാണെങ്കിൽ ഈ പറയുന്ന സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അല്ലെങ്കിൽ ദുരന്ത നിവാരണ ഫണ്ടിലെ ഈ പറയുന്ന 677 കോടി രൂപയിൽ എത്ര തുക അടിയന്തരമായിട്ട് വിനിയോഗിക്കാൻ കഴിയും? ഈ പാസ്ബുക്കിൽ ഈ ബാക്കി ഈ 677 കോടി കാണിക്കുമെങ്കിലും എത്രത്തോളം രൂപ ബാങ്ക് അക്കൗണ്ടിലുണ്ട്, അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തണമെന്നാണ് കോടതി പറഞ്ഞത്. ആ വ്യക്തത വരുത്താൻ സർക്കാരിന് കഴിഞ്ഞില്ല. അതാണ് ഒരു വിമർശനത്തിലേക്ക് കോടതി പോകാൻ ഇടയാക്കിയത്. എന്തായാലും ഈ കാര്യത്തിൽ കൂടുതൽ സാവകാശം സംസ്ഥാന സർക്കാർ കോടതിയോട് തേടി. അപ്പോൾ കോടതി ഈ വ്യാഴാഴ്ച വരെ 4 ദിവസം കൊണ്ട് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാം, അല്ലെങ്കിൽ 4 ദിവസത്തെ സാവകാശം മതിയോ എന്ന് സർക്കാരിനോട് ചോദിച്ചു. അത് മതി. അപ്പോൾ വ്യാഴാഴ്ച വീണ്ടും കേസ് പരിഗണിക്കാമെന്ന് കൃത്യമായ ഒരു കണക്കുമായിട്ട് എത്താനായിട്ട് കോടതി പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും വയനാടിന്റെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട വിഷയം ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അതിരൂക്ഷമായ തർക്കം കാരണം ഇങ്ങനെ നീണ്ടു പോവുകയാണ്. ഇപ്പോൾ 4 മാസം കഴിഞ്ഞിരിക്കുന്നു ഈ ദുരന്തമുണ്ടായിട്ട്. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ഏതാണ്ട് 400-ലധികം ആളുകൾക്ക് ജീവൻ നഷ്ടമാവുന്നു. ഏതാണ്ട് 200-ലധികം ആളുകളെ കാണാതായിട്ടുണ്ട്. നിരവധി ഏതാണ്ട് 10,000-ഓളം ആളുകളാണ് അവിടെ ഈ ദുരന്ത ബാധയെ തുടർന്ന് വാടക വീടുകളിലും ഒക്കെ തന്നെ ഇപ്പോഴും കഴിയുന്നത്. ആ ഒരു പ്രദേശത്തെ ഒന്നടങ്കം ഇല്ലാതാക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എങ്കിൽ പോലും സർക്കാർ വയനാടിനൊപ്പം ഉണ്ടാകും, വയനാടിന് കൈത്താങ്ങായിട്ടുണ്ട്, ഞങ്ങൾ അവിടെ പുതിയൊരു ടൗൺഷിപ്പ് ഒക്കെ തന്നെ നിർമ്മിക്കുമെന്ന് പറഞ്ഞിട്ടും അതിന് വേണ്ട നടപടികളിലേക്ക് കടക്കാൻ സർക്കാരിന് കഴിയുന്നില്ല. ഈ വിഷയത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്ത് അത് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കോടതി ഈ വിഷയം പരിഗണിക്കുന്ന ഘട്ടങ്ങളിലൊക്കെയും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നിലപാടെന്ന് പറയുന്നത്, ഈ വിഷയത്തിൽ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുക. തങ്ങൾ ഈ വയനാടിന്റെ പുനരധിവാസത്തിനായിട്ട് കേന്ദ്ര സഹായം ചോദിച്ചിട്ടുണ്ട്, ഇത്ര കോടി രൂപ ചോദിച്ചു, കേന്ദ്രം സഹായം തരുന്നില്ല, കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഈ കാര്യത്തിൽ വീഴ്ചയുണ്ടാകുന്നു, അവഗണനയുണ്ടാകുന്നു എന്ന കാര്യങ്ങളാണ് തുടർച്ചയായിട്ട് സംസ്ഥാനം കോടതിയെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പല ഘട്ടത്തിലും കോടതിയെ ചൊടിപ്പിച്ചിട്ടുള്ളതാണ്. അതിന്റെ ഒരു പാരമ്യമാണ് ഇന്ന് കണ്ടിരിക്കുന്നത്. സ്വന്തമായിട്ടുള്ള കണക്കുകൾ, സംസ്ഥാനത്തോട് ചോദിച്ച കണക്കുകൾ സംസ്ഥാനത്തിന് കൃത്യമായിട്ട് കോടതിയെ ബോധിപ്പിക്കാൻ കഴിഞ്ഞില്ല. അതേസമയം കേന്ദ്രത്തെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് കോടതിക്ക് വളരെ ഗൗരവമായ തരത്തിലുള്ള ചില വിമർശനങ്ങൾ സർക്കാരിനും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കുമെതിരെ നടത്തേണ്ടി വന്നിരിക്കുന്നത്. കേന്ദ്രം ഇത് സംബന്ധിച്ച് ചില കണക്കുകൾ സത്യവാങ്മൂലമായിട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ കണക്കു പ്രകാരം സംസ്ഥാനത്തിന്റെ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നും 394 കോടി നീക്കിയിരിപ്പുണ്ട് എന്നാണ് പറയുന്നത്. അത് കേരളവും സമ്മതിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കേന്ദ്രം പറയുന്നത് വാർഷിക വിഹിതമായിട്ട് കേന്ദ്രം സംസ്ഥാനത്തിന് ഈ ദുരന്ത നിവാരണ അതോറിറ്റി ഫണ്ടിലേക്ക് കൊടുക്കുന്ന 96.8 കോടി രൂപയാണ്. ഒപ്പം തന്നെ കേന്ദ്രത്തിന്റെ വിഹിതമായിട്ട് വാർഷിക വിഹിതമായിട്ട് 291 കോടിയും കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്.
ഒപ്പം വയനാടിന്റെ ഈ ഒരു ദുരന്ത സാഹചര്യത്തിൽ ഏതാണ്ട് 153 കോടി കൊടുത്തുവെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ ഈ വിഷയത്തിലൊക്കെ തന്നെ വലിയൊരു അവ്യക്തത. കേരളം ഇത് സമ്മതിക്കുന്നില്ല. ഇത്രയും തുക തന്നു എന്ന് പറയുമ്പോൾ പോലും കേരളം പറയുന്നത് ഇത് വാർഷികമായിട്ട് ഈ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഓരോ വർഷവും ഓരോ സംസ്ഥാനങ്ങൾക്കും ഈ ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് എത്ര തുക കൊടുക്കണമെന്ന് നിശ്ചയിക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള തുക മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. അല്ലാതെ വയനാടിന് വേണ്ടിയിട്ട് പ്രത്യേകമായ ഒരു ഫണ്ട് ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്ന് കേന്ദ്രം പറയുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ വയനാടിന്റെ MP പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ എല്ലാ MP മാരും ഈ ഇടതു വലത് MP മാരെല്ലാം തന്നെ ചെന്ന് കണ്ട് നിവേദനം കൊടുത്തിരുന്നു. ആ നിവേദനത്തിന് മന്ത്രി നേരിട്ടെന്ന് മറുപടി പറഞ്ഞില്ല. അത് എഴുതിത്തരാമെന്നാണ് മറുപടി പറഞ്ഞത്. കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധിക്ക് കൊടുത്ത മറുപടിയുടെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിൽ അമിത്ഷാ ചൂണ്ടിക്കാട്ടുന്നത് ഈ ദുരന്ത നിവാരണ ഇതിനുള്ള ഒരു നിവേദനം, പൂർണ്ണമായ ഒരു നിവേദനം കേരളം സമർപ്പിക്കാൻ വൈകി. നവംബർ 13 മാത്രമാണ് അത്തരത്തിലൊരു നിവേദനം, പൂർണ്ണമായൊരു നിവേദനം കേരളത്തിൽ നിന്നും കേന്ദ്രത്തിന് ലഭിച്ചത്. കേരളം വരുത്തിയ ഒരു കാലതാമസമാണ് ഈ സഹായം വൈകാൻ ഇടയാക്കിയത് എന്ന തരത്തിൽ കേരളത്തെ വിമർശിച്ചുകൊണ്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വയനാട് MP പ്രിയങ്ക ഗാന്ധിക്ക് മറുപടി കൊടുത്തത്. എന്നാൽ അതിലും വലിയ തർക്കം ഇന്നലെ കണ്ടു. ഇതിനെതിരെ സംസ്ഥാനത്തെ റവന്യൂ മന്ത്രി K. രാജൻ രംഗത്തെത്തി. അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് അങ്ങനെയല്ല കാര്യങ്ങൾ. നവംബറിൽ കൊടുത്തുവെന്ന് പറയുന്നത് ഈ ദുരന്ത അനന്തരമായിട്ടുള്ള പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഒരു പാക്കേജാണ്. അതായത് 2300 കോടിയോളം രൂപ, 2216 കോടി എങ്ങാണ്ടാണ് കേരളം ചോദിച്ചിരിക്കുന്നത്. ആ തുകയാണ് ഏറ്റവും ഒടുവിൽ കൊടുത്തത്. അതിനു മുമ്പ് തന്നെ എത്രത്തോളം തുക വേണമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയും ആ കാര്യം ഒരു നിവേദനം കേന്ദ്രത്തിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം പ്രധാനമന്ത്രി ദുരന്തം നടന്ന ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ എത്തി. ജൂലൈ 30-നാണ് ഈ ദുരന്തം ഉണ്ടാകുന്നത്. അപ്പോൾ ഓഗസ്റ്റ് 10-ന് എങ്ങാണ്ട് പ്രധാനമന്ത്രി വയനാട്ടിലെത്തി അവിടെ എല്ലാ സഹായവും ഉണ്ടാകുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നതാണ്. എന്നാൽ അതിനനുസരിച്ചുള്ള ഒരു നടപടി, ഒരു നീക്കുപോക്ക് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്ന വിമർശനമാണ് സംസ്ഥാനം ഓരോ ഘട്ടത്തിലും ഉയർത്തുന്നത്. അതുതന്നെയാണ് ഇന്നലെയും പറയുന്നത്. കേന്ദ്രം വെറുതെ കേരളത്തെ കുറ്റപ്പെടുത്തുകയാണ്. കേരളം വ്യക്തമായ കണക്കുകൾ, കൃത്യമായ കണക്കുകൾ ഓരോ ഘട്ടത്തിലും നിവേദനം ഉൾപ്പെടെ ഓരോന്നും സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ കേന്ദ്രം അത് പരിഗണിക്കുന്നില്ല. കേരളത്തോടൊരു വിവേചനം, കേരളം ഇന്ത്യയിലല്ലേ എന്ന് ചോദിക്കുന്ന തരത്തിൽ ഉള്ള വിവേചനം ഉണ്ടാക്കുന്നു എന്നാണ് കേരളം ചൂണ്ടിക്കാട്ടുന്നത്. അതിൽ വാസ്തവമില്ലാതെയുമില്ല. കാരണം ഇന്നലെ തമിഴ്നാടിനെ സംബന്ധിച്ച്, തമിഴ്നാടിന് അടുത്തിടയ്ക്കാണ് ഫിംഗൽ ചുഴലിക്കാറ്റ് അവിടെ നാശം വിതച്ചത്. ഒരാഴ്ച കഴിയുന്നതേ ഉള്ളൂ. അതിനിടയ്ക്ക് തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കേന്ദ്രവുമായി ബന്ധപ്പെടുകയും പ്രധാനമന്ത്രിയുമായി സംസാരിക്കുകയും ഈ സഹായം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഏതാണ്ട് 2000 കോടിയോളമാണെന്ന് തോന്നുന്നു തമിഴ്നാട് ചോദിച്ചത്. ഇന്നലെ അതിൽ നിന്നും അടിയന്തരമായിട്ട് ഏതാണ്ട് 944 കോടി രൂപ തമിഴ്നാടിനെ അനുവദിച്ചു എന്നൊരു കാര്യം കൂടിയുണ്ട്. അതേസമയം കേരളത്തിന് വേണ്ടിയിട്ട് പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു സഹായം, കൈ അയഞ്ഞുള്ള ഒരു സഹായം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാറില്ല. അതുതന്നെയാണ് കേരളം ചൂണ്ടിക്കാട്ടുന്നത്. മറ്റു പല സംസ്ഥാനങ്ങൾക്കും ഇത്തരത്തിൽ ആന്ധ്രാപ്രദേശിന്, ഉത്തരാഖണ്ഡ് പോലെയുള്ള പല സംസ്ഥാനങ്ങൾക്ക്, ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് പല ഘട്ടങ്ങളിലും പല ദുരന്തങ്ങളെയും നേരിടാനും ദുരന്തത്തിന്റെ പുനരധിവാസത്തിനും വേണ്ടിയിട്ടും ഒക്കെ തന്നെ കോടിക്കണക്കിന് രൂപ, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് കോടി രൂപ ഒരു നിവേദനവും ഇല്ലാതെ തന്നെ കേന്ദ്രം നൽകാറുണ്ട്. എന്നാൽ ആ ഒരു സമീപനം കേരളത്തോട് ഒരിക്കലും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല, ഈ BJP സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നൊരു വിമർശനം ഏറെക്കാലമായിട്ടുണ്ട്. അത് ഭരണപ്രതിപക്ഷങ്ങൾ ഒന്നടങ്കം ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം കൂടിയാണ്. എന്തായാലും ഇപ്പോൾ ഈ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഇങ്ങനെ തർക്കം നിലനിൽക്കുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ ദുരന്തം അനുഭവിക്കുന്ന വയനാടിന്റെ ജനതയാണ്. വയനാട്ടിൽ ഈ ദുരന്ത ബാധിതരായിട്ടുള്ളവരുടെ അവസ്ഥയാണ് കൂടുതൽ ദുരിതമായിട്ട് മാറിയിരിക്കുന്നത്. അതിന് ഒരു അറുതി ഉണ്ടാകുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ മുസ്ലിം ലീഗും ഒപ്പം കോൺഗ്രസും ഒക്കെ തന്നെ പറയുന്ന ഒരു കാര്യം, സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ കൂടുതൽ സാവകാശം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ താമസമാണ് നേരിടുന്നതെങ്കിൽ തങ്ങളുടെ നിലയ്ക്ക് നേരത്തെ പ്രഖ്യാപിച്ച പദ്ധതികളുമായിട്ടൊക്കെ മുന്നോട്ട് പോകാമെന്ന ഒരു നിലപാടിലേക്ക് അവർ പോകുന്നുണ്ട്. പ്രതിപക്ഷവും ഒപ്പം തന്നെ ഓരോ പാർട്ടികളും, മുസ്ലിം ലീഗ്, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പല പാർട്ടികളും പല സന്നദ്ധ സംഘടനകളും ഒക്കെ തന്നെ അവിടെ നിരവധി വീടുകളൊക്കെ വെച്ചു കൊടുക്കാമെന്ന് ഇതിനോടകം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതിനൊന്നും തന്നെ നീക്കുപോക്ക് നടത്താവുന്ന രീതിയിലൊരു സമീപനം സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്ന വിമർശനമാണ് പ്രതിപക്ഷവും ഉന്നയിക്കുന്നത്. എന്തായാലും ഈ തർക്കം വലിയ രീതിയിൽ തന്നെ വയനാട് ജനതയെ കാര്യമായി ബാധിച്ചിരിക്കുകയാണ്. അവരുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നിലവിൽ താറുമാറായി അവതാളത്തിലാണ് എന്നത് നമുക്ക് കാണാതിരിക്കാൻ അല്ലെങ്കിൽ പറയാതിരിക്കാൻ നിർവാഹമില്ല. ഈ കേസ് വീണ്ടും കോടതി അടുത്ത വ്യാഴാഴ്ച പരിഗണിക്കുകയാണ്. അന്നെങ്കിലും കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു ഉത്തരവ് പോലെ വന്നെങ്കിൽ മാത്രമേ ഇക്കാര്യത്തിൽ എന്തെങ്കിലും സംസ്ഥാനമോ അല്ലെങ്കിൽ കേന്ദ്രമോ അതൊരു നടപടിയിലേക്ക് പോകൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനെ കോടതിയുടെ ഭാഗത്തു നിന്നും
കൃത്യമായൊരു ഉത്തരവ് അല്ലെങ്കിൽ ഒരു നടപടി ആവശ്യമാണ്.